ഈ അടുത്ത കാലത്തായിട്ട് വളരെ വൈറലായിട്ടൊരു വീഡിയോ നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടാവും. എൻ്റെ പല സുഹൃത്തുക്കളും ക്ലയൻസും എനിക്കത് ഫോർവേഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട വിഷയം ഇതാണ്: ആരോഗ്യത്തെ സംബന്ധിച്ചും ഭക്ഷണത്തെ സംബന്ധിച്ചും അമിത വണ്ണം നിയന്ത്രിക്കുന്നതിനെ സംബന്ധിച്ചും ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ഒരു കാര്യം കഴിക്കുന്ന ഭക്ഷണത്തിലുള്ള കാലറി മാത്രമാണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, കാലറി ഇൻ കാലറി ഔട്ട്, സിസോ എന്ന് പറയും. അത് എവ്രിതിങ് ഈസ് സെൻറ്റേഡ് അറൗണ്ട് കാലറി എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും കൊടുക്കുന്നൊരു കോമൺ ആയിട്ടുള്ളൊരു എക്സ്പേർട്ട് അഡ്വൈസ് എന്ന് പറയുന്നത് ഈറ്റ് ലോ കാലറീസ് ആൻഡ് സ്പെൻഡ് മോർ, കൂടുതൽ നമ്മൾ ചിലവഴിക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളൊരു കാലറി കഴിക്കുക എന്നുള്ളതാണ്. ഇതൊരു ലോ ഓഫ് തെർമോഡൈനാമിക്സ് ആണ്. ഒരു ഫിസിക്കൽ എൻവയറമെൻറ്റിൽ ഇത് വളരെ ലളിതമാണ്, കറക്റ്റാണ്. പക്ഷേ ഒരു ബയോളജിക്കൽ സിസ്റ്റത്തിൽ ഇത് കറക്റ്റല്ല. എന്ന് പറഞ്ഞാൽ കാലറി ഇൻ കാലറി ഔട്ട് എന്ന് പറഞ്ഞൊരു പ്രിൻസിപ്പിൾ, അതൊരു വിഡിത്തമാണ്, അത് അശാസ്ത്രീയമാണ്. ഇതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഒട്ടുമിക്ക രോഗങ്ങളും മെറ്റബോളിക് ഡിസോർഡേഴ്സാണ്. ഫോർ എക്സാമ്പിൾ പ്രമേഹം, അല്ലെങ്കിൽ രക്തത്തിൽ ഉണ്ടാകുന്ന കൊളസ്ട്രോൾ വേരിയേഷൻസ്, അതുപോലെ ഹൈപ്പർ ടെൻഷൻ, അതുപോലെ കാർഡിയോവാസ്കുലർ ഡിസോർഡേഴ്സ്, ഒബേസിറ്റി, ഇതൊക്കെ തന്നെ മെറ്റബോളിക് ഡിസോർഡേഴ്സാണ്. സൂക്ഷ്മമായി നോക്കിക്കഴിഞ്ഞാൽ ഇതെല്ലാം 100% പ്രിവെൻറ്റബിളാണ്. എന്താണ് കാലറി ഇൻ? നമ്മൾ കഴിക്കുന്ന ഭക്ഷണവും നമ്മൾ കുടിക്കുന്ന പാനീയവും അതിൽ നിന്ന് നമ്മുടെ ശരീരം ജനറേറ്റ് ചെയ്യുന്ന ഊർജം, അതാണ് കാലറി ഇൻ എന്ന് പറയുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, പല ഭക്ഷണ പദാർത്ഥങ്ങളിലായിക്കോട്ടെ, പാക്കറ്റ് ഫുഡിലായിക്കോട്ടെ തന്നെ, അതിലൊക്കെ തന്നെ കാലറികൾ നോട്ട് ചെയ്തിട്ടുണ്ടാവും. എന്താണ് കാലറി ഔട്ട്? നമ്മുടെ ശരീരം ഏതൊക്കെ രീതിയിലാണ് ശരീരം ഊർജ്ജം ആവശ്യപ്പെടുന്നത്? പ്രധാനമായിട്ടും നമ്മുടെ ശരീരം ഊർജ്ജം ആവശ്യപ്പെടുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള ആക്ടിവിറ്റീസിനാണ്. നമ്മുടെ ശരീരത്തിന് പ്രത്യേകിച്ചിട്ടും ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി ഇല്ലെങ്കിൽ പോലും, അതായത് ഫുൾ റെസ്റ്റിലാണെങ്കിൽ പോലും, ശരീരത്തിൻ്റെ പല അവയവങ്ങൾക്കും, ഹാർട്ട് ആയിക്കോട്ടെ, ലങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലിവർ ആയിക്കോട്ടെ, കിഡ്നി ആയിക്കോട്ടെ, പാൻക്രിയസ് ആയിക്കോട്ടെ, ഇതൊക്കെ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ബേസിക് ആയിട്ടുള്ള റിക്വയർമെൻറ്റ്, ഇതിനെ നമ്മൾ വിളിക്കുന്നത് ബേസൽ മെറ്റബോളിക് റേറ്റ് എന്ന് പറയും. അതിന് ഊർജ്ജം ആവശ്യമാണ്. പ്രധാനമായിട്ടും നമ്മുടെ ശരീരം ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഈ BMRന് വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഭക്ഷണം ദഹിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കുറച്ച് ഊർജ്ജം ആവശ്യമാണ്. അതിന് നമ്മൾ തെർമോജനസിസ് എന്ന് പറയും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മളുടെ ഫിസിക്കൽ ആക്ടിവിറ്റീസാണ്. ഇപ്പോൾ നമ്മൾ നോൺ എക്സസൈസിന് വേണ്ടി അല്ലാതെ നമ്മൾ പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അതിന് നമുക്ക് ഊർജ്ജം ആവശ്യമാണ്. പിന്നെ പർപ്പസ്ഫുള്ളായിട്ട്, പ്ലാൻഡായിട്ട് നമ്മൾ ചെയ്യുന്ന ചില ഫിസിക്കൽ ആക്ടിവിറ്റീസോ, ഗെയിംസോ, സ്പോർട്സോ, എയ്റോബിക് ആക്ടിവിറ്റി ആയിരിക്കാം, സ്ട്രെങ്തനിങ് എക്സസൈസ് ആയിരിക്കാം, ഇതിനൊക്കെ വേണ്ടിയിട്ട് നമ്മളുടെ കാലറി ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായിട്ടും ഈ 3 കമ്പോണൻസിലാണ്. ഒന്ന് BMR, 2 തെർമോജനസിസ്, നമ്മുടെ ഫുഡ് ഡൈജസ്റ്റ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള ഒന്ന്, 3 നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി. ഇതാണ് നമ്മുടെ കാലറി ഔട്ട്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞ പ്രകാരം നമ്മൾ ഭക്ഷണത്തിൽ കൂടെ കഴിക്കുന്നത് 2000 കാലറിയാണെന്ന് വിചാരിക്കുക. നമ്മൾ ചിലവഴിക്കുന്നത് 2000 കാലറി ആണെങ്കിൽ, നൗ ദ കാലറി ഇക്വേഷൻ ഈസ് പെർഫെക്റ്റ്, കാലറി കൗണ്ടിങ് ഈസ് പെർഫെക്റ്റ്, എല്ലാം നന്നായി. ഇവിടെ തടി കുറയ്ക്കണം അല്ലെങ്കിൽ ഭാരം നിയന്ത്രിക്കണം എന്നുണ്ടെങ്കിൽ കഴിക്കുന്ന ഭക്ഷണത്തിൽ 2000 എന്നുള്ളത് 1500 കാലറി ആക്കിയാൽ മതി. അപ്പോൾ ദാറ്റ് മീൻസ് ദാറ്റ് എക്സ്ട്രാ 500 കാലറി, നമ്മുടെ ശരീരത്തിന് വേണ്ട കാലറി ശരീരം ഫാറ്റിൽ നിന്ന് എടുത്തോളൂ. എത്ര ലളിതമായിട്ടുള്ള, കേട്ടാൽ ഒരുപക്ഷെ വളരെ സിമ്പിളെന്ന് തോന്നാവുന്ന, കൺവിൻസ്ഡ് ആവുന്ന ഒരു എക്സ്പ്ലനേഷനാണ്. ബട്ട് ദിസ് ഈസ് റോങ്. ഒന്നാമതായി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലും പാനീയത്തിലും കാലോറി ഡ്രോപ്പ് ചെയ്തു, കുറയ്ക്കുന്നു എന്ന് വിചാരിക്കുക. ഡെഫിനറ്റ്ലി മേ ബി ഇനിഷ്യലി ചിലപ്പോൾ ചെറിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയേക്കാം, കുറച്ച് വെയിറ്റ് കുറഞ്ഞേക്കാം. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മുടെ ബോഡി സിസ്റ്റം, നമ്മുടെ ബയോളജി ഒരു എക്സെപ്ഷണലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു ബയോ കമ്പ്യൂട്ടറാണ്. ശരീരം വളരെ പെട്ടെന്ന് സെൻസ് ചെയ്യും, ശരീരം വളരെ സ്മാർട്ടാണ്. ശരീരം ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ശരീരം ഇതൊരു ത്രെട്ടായിട്ട് കാണുകയും ശരീരം ചെയ്യുന്ന ശരീരത്തിൻ്റെ BMRനെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ, കാലറി കുറഞ്ഞാൽ ശരീരം വളരെ പെട്ടെന്ന് തന്നെ ബാലൻസ് ചെയ്യുന്നത് BMR കുറയ്ക്കുന്നു. സോ അവിടെ ആക്ച്വലി നമ്മൾ ഉദ്ദേശിച്ച നേട്ടം അവിടെ ഉണ്ടാകുന്നില്ല. അതുകൊണ്ടാണ് പല സന്ദർഭങ്ങളിലും വളരെയധികം കാലറി റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഡയറ്റ് കഴിക്കുന്ന ആൾക്കാരിൽ പലപ്പോഴും കാര്യമായിട്ടുള്ള വെയിറ്റ് ലോസ് ഉണ്ടാകാറില്ല. അഥവാ വെയിറ്റ് ലോസ് ഉണ്ടായാൽ തന്നെ അത് പെട്ടെന്ന് പ്ലാറ്റോ ചെയ്യും. മാത്രമല്ല, ശരീരം ചിലപ്പോൾ വളരെ ഒരു ക്രാപ്പ് ലൈക്ക് ഫീലിംഗ് ഉണ്ടാവും, ചിലപ്പോൾ കോൾഡ് ആവും, ചിലപ്പോൾ ഭയങ്കര ടയർഡാവും. കാലറി എന്നുള്ളൊരു ഘടകമല്ലാതെ ഒരുപാട് ഘടകങ്ങൾ ഭക്ഷണത്തെയും ആരോഗ്യത്തെയും സ്വാധീനിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നമ്മുടെ ശരീരത്തിലുണ്ടാക്കുന്ന ഹോർമോണൽ ഇമ്പാക്റ്റാണ്. ഉദാഹരണത്തിന് ഇൻസുലിൻ. നമ്മുടെ ശരീരത്തിൽ അമിതമായി ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് എന്നുണ്ടെങ്കിൽ, അത് കാലറി കുറഞ്ഞ ഭക്ഷണമാണെങ്കിലും അത് ഒരിക്കലും ഒരു ഹെൽത്തി ആയിട്ടുള്ളൊരു മെറ്റബോളിസം അല്ല ഉണ്ടാക്കുന്നത്.
പ്രത്യേകിച്ചിട്ടും ഇൻസുലിൻ ക്യാൻ ബ്ലോക്ക് ലിപ്പോലൈസിസ് എന്ന് പറഞ്ഞാൽ ശരീരത്തിൽ നിന്ന് കൊഴുപ്പിനെ ഉപയോഗിക്കുന്നതിൽ ഇൻസുലിൻ അതിന് വളരെ പ്രധാനമായിട്ടാണ് ബ്ലോക്ക് ഇഫക്റ്റ് ഉണ്ടാക്കും. അതൊന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട ഒന്ന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ന്യൂട്രീഷണൽ ആസ്പെക്റ്റാണ്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ള മാക്രോ ന്യൂട്രിയൻസ്, മൈക്രോ ന്യൂട്രിയൻസ് ആൻഡ് ഫൈറ്റോ ന്യൂട്രിയൻസ് അത്തരത്തിലുള്ളൊരു ഭക്ഷണമാണ് എങ്കിൽ അത് ഉയർന്ന കലോറി ആണെങ്കിൽ പോലും അത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഇമ്പാക്റ്റ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കുന്നത്. അവിടെ കാലറി അല്ല പ്രധാനപ്പെട്ട ഒരു വിഷയം. ഉദാഹരണത്തിന് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്ത് നല്ല സ്ലോ കാർബ്, അതുപോലെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്രോട്ടീൻ, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, ഇഷ്ടംപോലെ വൈറ്റമിൻസ്, മിനറൽസ്, ഫൈറ്റോ കെമിക്കൽസ് ഇതൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇറ്റ്സ് എ വെരി ഹെൽത്തി ഫുഡ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ സപ്പോസ് ഒരു മൾട്ടി കളറായിട്ടുള്ള വെജിറ്റബിൾസും അതോടൊപ്പം തന്നെ കുറച്ച് നട്ട്സും സീഡ്സും സ്പ്രൗട്ട്സും അതുപോലെ തന്നെ ഹെൽത്തി ആയിട്ടുള്ള ഫാറ്റ്, ഉദാഹരണത്തിന് കോക്കനട്ട് ഓയിലോ ഗീയിലോ ഒക്കെ സോട്ട് ചെയ്തെടുത്തിട്ടുള്ള ഒരു സാലഡ്, ഒരുപക്ഷെ അത് ഹൈ കലറി ആയിരിക്കാം, പക്ഷേ അത് എക്സ്ട്രീംലി ഗുഡ് ടു അവർ മെറ്റബോളിസം. ഇത്തരത്തിലുള്ള പല ഹെൽത്തി ആയിട്ടുള്ള റെസിപ്പീസുമായിട്ട് ബന്ധപ്പെട്ട് വി ആർ വർക്കിംഗ് ഓൺ എ കുക്ക് ബുക്ക്. മറ്റൊന്ന്, ഭക്ഷണം നമ്മുടെ ശരീരത്തിൽ ഉണ്ടാക്കുന്ന ഇൻഫ്ലമേറ്ററി റെസ്പോൺസാണ്. ചില ഭക്ഷണങ്ങൾ, പ്രത്യേകിച്ചിട്ടും ഒമേഗ-6 അതുപോലെ തന്നെ ഹൈ ലെവൽ ഓഫ് ഷുഗർ തുടങ്ങിയിട്ടുള്ള കണ്ടൻസ് ഉള്ള പല ഭക്ഷണങ്ങളും നമ്മുടെ ശരീരത്തിൽ വളരെയധികം ഇൻഫ്ലമേറ്ററി റെസ്പോൺസ് ഉണ്ടാക്കും. മേ ബി കാലറി വളരെ കുറവായിരിക്കാം, പക്ഷേ ഹൈ ഇൻഫ്ലമേറ്ററി ഡയറ്റ്സ് എപ്പോഴും നമ്മുടെ ആരോഗ്യത്തിന് ദോഷമാണ്. ചുരുക്കി പറഞ്ഞാൽ കാലറി അല്ല പ്രധാനപ്പെട്ട വ്യക്തി. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനകത്തുള്ള അതിൻ്റെ ഹോർമോണൽ റെസ്പോൺസ്, അതിൻ്റെ ന്യൂട്രീഷണൽ ആസ്പെക്ട്സ്, അതുപോലെ അതിൻ്റെ ഇൻഫ്ലമേറ്ററി ആസ്പെക്ട്സ് ഒക്കെ നോക്കിയിട്ടാണ് ആക്ച്വലി ഒരു ഭക്ഷണം ഹെൽത്തി ആയിട്ടുള്ളൊരു ഡയറ്റിനെ നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ നോട്ട് ഓൾ കാലറീസ് ആർ ഈക്വൽ.